ഇബ്നു അബീ താലിബിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഫാത്തിമ പറയാണ്, പ്രിയപ്പെട്ട ഭർത്താവേ, അത്ര കണ്ട് അള്ളാന്റെ റസൂല് നിങ്ങളെ പ്രിയം വെച്ച സഹാബിയാണ്. ആ സഹാബിയുടെ ഭാര്യയാണ് ഫാത്തിമയായ ഞാൻ. ആ സഹാബിയുടെ 2 മക്കളാണ് തങ്ങന്മാരുടെ മുഴുവൻ നേതാവായ ഹസൻ വൽ ഹുസൈൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്നലെ രാത്രി എന്റെ വാപ്പയായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്നു, ഇന്ന് ഞാൻ മരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ മരിക്കാനുള്ള യാത്ര പുറപ്പെടുന്ന ഒരുക്കത്തിലാണ്. ഞാൻ എന്റെ വീട് വൃത്തിയാക്കിയതും വസ്ത്രങ്ങൾ അലക്കിയതും വീട് തുടച്ചു വൃത്തിയാക്കിയതും മരിക്കാനുള്ള യാത്രക്ക് വേണ്ടിയാ. ഖബറിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഭർത്താവേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭാര്യ എന്നുള്ള നിലക്ക് നിങ്ങളെപ്പറ്റി പലപ്പോഴും ഞാൻ റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ ഖദർ അറിയാതെ, ഖദാ അറിയാതെ, നിങ്ങളുടെ ഡിഗ്രി അറിയാതെ നിങ്ങളെപ്പറ്റി ഞാൻ റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എനിക്ക് മാപ്പ് തരണം അലിയേ. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള വസിയത്ത്, ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് വേറെ ഭാര്യ ആവശ്യമാണ്. നിങ്ങൾ ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുള്ള ആളാണ്, നിങ്ങൾക്ക് വേറെ ഭാര്യ ആവശ്യമാണ്. അങ്ങനെ മരിച്ചാൽ, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചാൽ അതിൽ നിങ്ങൾക്ക് മക്കളുണ്ടാവുമല്ലോ. ആ മക്കളും എന്റെ പ്രിയപ്പെട്ട മക്കളായ ഹസൻ വൽ ഹുസൈൻ, 2 മക്കളും കൂടി ഒരുമിച്ച് കൂടുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട മക്കളെ ചീത്ത വിളിക്കരുത് കേട്ടോ. റസൂലുള്ള ചുംബിച്ച മക്കളാണ് ഇവർ കേട്ടോ. ജിബ്രീൽ ഉമ്മ വെച്ച മുഖമുള്ള ഹുസൈനാണ് കേട്ടോ. നബി തങ്ങളെ ചുമലിലേറ്റിയ മക്കളാണ് കേട്ടോ. അതുകൊണ്ട് ഈ മക്കളുടെ നേരെ നിങ്ങൾ കറുത്ത മുഖം കൊണ്ട് നോക്കിക്കളയരുതെന്ന് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹ വേദനയോടെ കണ്ണുനീരോടെ പറയുമ്പോ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കല്ലിൽ നിന്ന് വെള്ളം ധാരധാരയായി അശ്രുകടങ്ങളായി കീപ്പോട്ട് പതിച്ചുകൊണ്ട് പറയാണ്, ഫാത്തിമത്തുൽ മജ്ദി വൽ യഖീനി യാ ബിൻത ഖൈരിൻ നാസി അജ്മഈനി. ഫാത്തിമ, നീ ആരോടാണ് പരാതികളൊക്കെ പറയുന്നത്? ഞാൻ ആരാണ്? നീ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോളാണ് നീ. കരളിന്റെ കഷ്ടം എന്ന് റസൂലുള്ള പറഞ്ഞ മോളാണ് നീ. സർവ്വ തങ്ങന്മാരുടെ ഉമ്മയാണ് നീ. റസൂലുള്ളാഹിന്റെ കുടുംബ പാരമ്പര്യം നിനക്കാണ് നൽകിയത്. അഹ്ലു ബൈത്ത് എന്ന സ്ഥാനം നിനക്ക് ലഭിച്ചവളാണ്. സ്വർഗത്തിലെ യുവതികളുടെ നേതാവാണ് ഫാത്തിമ. നിന്റെ കോടീശ്വരന്മാര് കല്യാണം ആലോചിച്ചിട്ട് അവർക്കൊന്നും നൽകാതെ പാവപ്പെട്ട എനിക്ക് നൽകിയിട്ട് ഒരു നേരം ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല. നല്ലൊരു ഡ്രസ്സ് തന്ന് നിന്റെ മോഹം തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നീ ആവശ്യപ്പെട്ട പല ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു ഭർത്താവെന്നത് നിന്നുകൊണ്ട് നീ ആവശ്യപ്പെട്ട പലരും ചെയ്തു തരാൻ പറ്റാത്തവനാണ് അലി. നാളെ റബ്ബിന്റെ കോടതിയിൽ ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വലഭാഗത്തെ സീറ്റ് കിട്ടുന്ന നീ അവിടെ ചെല്ലുമ്പോ ഈ പാവപ്പെട്ട അലിയെ തള്ളിപ്പളയരുത് കേട്ടോ. അലിയെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങുമ്പോ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ ശറഫാക്കപ്പെട്ട തലയെടുത്ത് അലിയുടെ മടിയിലങ്ങ് വെച്ചിട്ട് പറയാണ്, എനിക്കൊരു വസിയ്യത്ത് കൂടി പറയാനുണ്ട്. അലിയെ, ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ ശരീരത്തിന്റെ മയ്യത്ത് നിങ്ങൾ തന്നെ കുളിപ്പിച്ച് കഫം ചെയ്യണം കേട്ടോ. രണ്ടാമത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ എല്ലാവരും സലാം പറഞ്ഞു പിരിഞ്ഞാൽ ഒരാശ്വാസത്തിന് വേണ്ടി എന്റെ ഖബറിന്റെ അടുത്ത് കുറച്ചു നേരം നിങ്ങൾ കൂടുതൽ നിൽക്കണം കേട്ടോ. അങ്ങനെ നിൽക്കല് സുന്നത്താണ് മുഅ്മിനീങ്ങളെ. വാപ്പ മരിച്ചു പോയാൽ എല്ലാവരും പിരിഞ്ഞു പോയാലും വാപ്പയുടെ ഖബറിന്റെ അടുത്ത് മകൻ കുറച്ച് കൂടുതൽ നേരം നിൽക്കണം കേട്ടോ.
മകന്റെ ഖബറിന്റെ അടുത്ത് വാപ്പ നിൽക്കണം കേട്ടോ, ഭർത്താവിന്റെ ഖബറിന്റെ അടുത്ത് ഭാര്യ നിൽക്കണം കേട്ടോ, ഭാര്യയുടെ ഖബറിന്റെ അടുത്ത് ഭർത്താവ് നിൽക്കണം കേട്ടോ. അങ്ങനെ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല ഈ വസിയത്തുകളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ പതുക്കെ പതുക്കെ ശരീരമങ്ങ് തളർന്നു പോയി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി കണ്ണടച്ചു മരണപ്പെട്ടു പോയി. മരണപ്പെട്ട ഫാത്തിമയുടെ ജനാസ ഭർത്താവായ അലി തന്നെ കുളിപ്പിച്ചു. ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. പല മഹാന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല മഹദികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ ചരിത്രത്തിലേക്ക് ഞാൻ ചുരുക്കി പറയാണ്. അങ്ങനെ ഫാത്തിമത്തു സഹ്റയുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒരു വലിയ കട്ടലിൽ അങ്ങ് ചുമന്ന് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട റൗള ശരീഫിന്റെ മുമ്പിൽ കാണുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് ഫാത്തിമയുടെ മയ്യത്തെടുത്തു. ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി മയ്യത്ത് അവിടെ വെച്ചു. അലിയാര് ഫാത്തിമയുടെ ഖബറിന്റെ ഉള്ളിലേക്ക് അലിയാരൊരു നോട്ടം അങ്ങനെ നോക്കി. നോക്കണ്ടേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെടുത്താൻ വേണ്ടി പോടെ ഖബറിലേക്ക് നോക്കണ്ടേ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെത്തക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാനാ. മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ആ ഖബറിലേക്ക് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ നോട്ടങ്ങ് നോക്കി. എന്നിട്ട് ആ ഖബറിനോട് അലിയാരൊരു ചോദ്യം. ഖബറേ, അലിയാര് ചോദിക്കും, ആരോടും ചോദിക്കും. ചോദിക്കാനൊരു ധൈര്യം കുറവുള്ള ആളല്ല അലി. ആരുടെ മുമ്പിലും ഉശിരം പിടിച്ച് ചോദിക്കുന്ന ആളാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ ഖബറിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഖബറേ, ആരുടെ മയ്യത്താണ് നിന്റെ ഖബറിന് നിന്റെ തെല്ലത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ, ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട മകളായ ഫാത്തിമ, ഹസൻ ഹുസൈനന്റെ ഉമ്മയായ ഫാത്തിമ, സ്വർഗത്തിലെ നേതാവിച്ചയായ ഫാത്തിമ. ആ ഫാത്തിമയുടെ ശരീരം ഇതാ ഖബറേ നിന്റെ ആഴിയിലേക്ക് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഖബറേ, നിനക്കൊരു സ്വഭാവമുണ്ട് ഖബറേ. ഏത് മയ്യത്തിനെ കൊണ്ടുവന്ന് ഖബറിലങ്ങ് ഇറക്കി വെച്ച് ആളുകൾ 3 അടി പിന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഖബർ അതിന്റെ അദാബ് തുടങ്ങുകയായി. ഖബറിന്റെ 2 തെല്ലുകൾ പരസ്പരം അകന്ന് നിൽക്കുന്നത് അടുത്തടുത്തടുത്തടുത്തടുത്തടുത്തടുത്തടുത്തങ്ങ് വന്നിട്ട് കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ അങ്ങ് ഒട്ടിയമരോ. സുബ്ഹാനല്ലാഹ്, 2 വാരിയെല്ലുകൾ പരസ്പരം കോർക്ക് വിളിക്കുന്ന അസഹനീയമായ വേദന കൊണ്ട് മറ്റുന്നൊരു രംഗമുണ്ടല്ലോ ഖബറേ. ഖബറേ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമയുടെ ശരീരത്തിൽ നീ അദാബ് പ്രയോഗിച്ചാൽ അലി പറയാണ്, നിനക്കറിയാമല്ലോ, ദുഷ്ടനായ മുറഹിബിന് ഖൈബർ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ വിറവിറപ്പിച്ചവനാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഖദ് അലിമത് ഖൈബർ അന്നി മുറഹിബു ഷാകിസ്ലാഹി باطل مجرب إذ الهروب أقبلت تلتهب أنا الذي شمتني أمي حيدرا ضرعامها جامع وليس قصفرا آكلكم بسيف كيل سندرا. അലി ഇബ്നു അബീ താലിബ് പറയുകയാണ്, ഖബറേ, എന്റെ ഫാത്തിമയുടെ ശരീരത്തിൽ എങ്ങാനോ നീ വാരിയല്ലുകൾ കുത്തിക്കോർക്കുന്ന ആ അദാബ് തുടങ്ങിയാല് നിന്നെ 2 കഷ്ടമാക്കിക്കൊണ്ട് കളയുമെന്ന് ഇമാമുൽ അലമായ അലി ഇബ്നു അബീ താലിബ് മുറഹിബിനെ വെട്ടി നിർത്തിയ അലിയാര്, ബദറിലും മുഹദിലും വീരോധികാസം രചിച്ച അലിയാര്, ആകാശത്തിന്റെ കീഴിൽ ഒരാളെയും അല്ലാഹുവിനെയല്ലാതെ ഭയപ്പെടാത്ത അലിയാര്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വസ്തനും മരുമകനുമായ അലിയാര് ഖബറിനോട് പറഞ്ഞപ്പോൾ
ഖബർ വിളിച്ചു പറയാണ്, അലിയേ നീ അലിയാണ്, അർശിലെ പുലിയാണ്, അള്ളാന്റെ റസൂലിന്റെ മരുമകനാണ്, 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, ഒക്കെ അറിയാം അലിയേ, ഫാത്തിമയുടെ മഹത്വം അറിയാം അലിയേ. പക്ഷേ ഖബറാകുന്ന എനിക്ക് തമ്പുരാന്റെ ഓർഡർ, ഇവിടെ വരുന്നത് അലിയാവട്ടെ ഫാത്തിമയാവട്ടെ, ഇവിടെ വരുന്നത് നബിയാവട്ടെ വലിയാവട്ടെ, ഇവിടെ വരുന്നത് തങ്ങളാവട്ടെ പണ്ഡിതനാവട്ടെ, ഇവിടെ വരുന്നത് ഖാദിയാവട്ടെ ഭരണാധികാരിയാവട്ടെ, ആരാവട്ടെ, എനിക്ക് തമ്പുരാന്റെ ഓർഡർ എന്താണെന്നറിയോ? വരുന്ന മയ്യത്തിന് 3 കാര്യങ്ങളുണ്ടോ? ഇദാ മാതൽ ഇൻസാനു ഇൻകത അമലുഹു ഇല്ലാ മിൻ 3 സദഖത്തുൻ ജാരിയ വഇൽമുൻ യുന്തഫഉ ബിഹി വവലദുൻ സാലിഹ. ഈ 3 കാര്യമുണ്ടോ? ഫാത്തിമാക്ക് മരണപ്പെട്ട സമയത്ത് നാഫിയായ ഇൽമുണ്ടോ? ഫാത്തിമാക്ക് ദ്വാരക്കാൻ സാലിഹീങ്ങളായ മക്കളുണ്ടോ? ഫാത്തിമ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ 3 കാര്യമില്ലെങ്കിൽ ഫാത്തിമയുടെ ശരീരത്തിൽ തൊടില്ല. ഈ 3 കാര്യമില്ലെങ്കിൽ അലിയുടെ ഭാര്യയായാലും വേണ്ടില്ല, പ്രവാചകന്റെ മോളായാലും വേണ്ടില്ല, ഫാത്തിമയുടെ ശരീരത്തിൽ ഞാൻ കയറി അറ്റാക്ക് ചെയ്തു കളയുമെന്ന് ഖബർ വിളിച്ചു പറഞ്ഞപ്പോൾ ഇമാമുൽ അലം അലി ഇബ്നു അബീ താലിബ് തങ്ങൾ 2 കണ്ണും നിറകണ്ണുകളോടെ ഒഴിഞ്ഞിട്ട് ആ ഖബറിന്റെ അകത്ത് നിന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ اللهم ثبتها عند السؤال اللهم ألهمها الجواب اللهم اجعل القبر عن جنبي എന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഫാത്തിമക്ക് ദുആ ചെയ്ത്